വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം, അല്ലെങ്കിൽ തിരുവചനം പങ്കുവയ്ക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ആ ഭാഗ്യം, അത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. അതുകൊണ്ട് ലോകത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇന്ന് എനിക്കും വചനം കേൾക്കുന്ന നിങ്ങൾക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരു വചനം ശുശ്രൂഷ കേൾക്കാൻ പോലും നമുക്ക് അവസരം കിട്ടി എന്ന് ഇരിക്കുകയില്ല. ആയതിനാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയമാണ് ഇന്നത്തെ ഈ സമയം. അതിനായി തിരുവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ഇരിക്കാം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വിശുദ്ധ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞു ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞു ഒഴുകണമേ. നമ്മെ തന്നെ പൂർണ്ണമായും ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നതിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ആ പുത്തൻ അഭിഷേക ശക്തി നമ്മളിൽ നിറയപ്പെടട്ടെ. നമ്മുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെടട്ടെ.
ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയായി നമ്മൾ മാറ്റപ്പെടുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ആരാധന ഏറ്റെടുക്കണമേ 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 ഏറ്റെടുക്കണമേ. എല്ലാ മക്കളുടെ പരിശുദ്ധാത്മാവേ അങ്ങ് വ്യാപരിക്കണമേ. ഹല്ലേലൂയ ഹൃദയം തുറന്നതുപോലെ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ ഇവിടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഓ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയമുള്ളവരെ, യേശുവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി. ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നതോടുകൂടെ ആ വ്യക്തിയുടെ പഴയ ജീവിതം അപ്പാടെ പൊളിച്ചെഴുതുന്ന ഒരവസ്ഥയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. ആ മനുഷ്യൻ അതൊരു പഴയ മനുഷ്യനായിട്ട് കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ അപ്പാടെ ആ വ്യക്തി മാറിപ്പോവുകയാണ്. ഒരു പുതിയ ക്രിസ്തുവിലാകുന്നതോടുകൂടി ആ വ്യക്തിയിൽ സംഭവിക്കുകയാണത്. പുതിയ മനുഷ്യനായി അവൻ മാറുകയാണ്. യേശുവിലൂടെ മാത്രമേ ഒരു വ്യക്തിയിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം, ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഏതെല്ലാം നമ്മുടെ ബുദ്ധി വികസിപ്പിച്ചത് കൊണ്ടോ, നമ്മുടെ ശരീരത്തെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അച്ചടക്കമുള്ളതാക്കിയത് കൊണ്ടോ, നമ്മുടെ സെൽഫിനെ നമ്മൾ വളർത്തിയത് കൊണ്ടോ ഒന്നും, പ്രിയമുള്ളവരെ, ഒരു വ്യക്തി കാതലായ മാറ്റമുണ്ടാകുന്നില്ല. അടിമുടി പഴയതെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരു വ്യക്തിയെ അപ്പാടെ മാറ്റിമറിക്കുന്നത് ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ആ വ്യക്തി യേശുവാണ്. ക്രിസ്തുവിൽ ആകുന്നതോടുകൂടെ, ക്രിസ്തു മുഖാന്തരം, യേശു മുഖാന്തരം ഒരു വ്യക്തി പഴയ വ്യക്തിയെ ഉരിഞ്ഞു മാറ്റി അവനൊരു പുതിയ വ്യക്തിയായി മാറ്റപ്പെടുക ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ കൂടാതെ ഒരു വ്യക്തിക്കും ഒരു പുതിയ ജീവിതം നയിക്കാൻ സാധ്യമേ അല്ല, സാധ്യമേ അല്ല. പഴയ നിയമത്തിലുള്ള അനേകം വിശുദ്ധന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ. എങ്കിലും പ്രിയമുള്ളവരെ, അവരിലെല്ലാം ചെറിയ അപൂർണതകൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഒരു വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവം ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവത്തിന് സദൃശ്യമായ വ്യക്തിയായിട്ട് ആദത്തെ സൃഷ്ടിച്ചു എന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്. തൻ്റെ തന്നെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകി അവനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അതേ ഛായയിൽ,
അതേ സാദൃശ്യത്തിൽ ദൈവം ഇതാ ആദത്തെ സൃഷ്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്തുവിലാകുന്നതോടുകൂടെ പ്രിയമുള്ളവരെ, അന്ന് നഷ്ടപ്പെട്ടു പോയ ആ ആദാമിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ഇന്നൊരു വ്യക്തി മാറ്റപ്പെടുക ചെയ്യുന്നത്. ആദത്തെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു? പാപം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന ആദാമിൻ്റെ മേലുണ്ടായിരുന്ന ആ അഭിഷേകം, ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി മാറ്റപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അവൻ നൽകുന്ന സൗജന്യ കൃപ വഴിയാണ്. ഹല്ലേലൂയ. വിശുദ്ധനായ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, 2 കൊരിന്തോസ് അതിൻ്റെ 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സുപരിചിതമായ ഒരു വചനമായത്. പഴയത് കടന്നുപോയി, പഴയ സ്വഭാവം, പഴയ പ്രകൃതം, പാപ സ്വഭാവം, പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവൻ്റെ മനുഷ്യ പ്രകൃതി, ജഡപ്രകൃതി, പാപപ്രകൃതി, ഇതെല്ലാം അപ്പാടെ മാറിപ്പോകുന്നത് യേശുക്രിസ്തു വഴിയാണ്. അവൻ്റെ യോഗ്യതയാൽ, അവൻ്റെ കുരിശുമരണത്തിന് യോഗ്യതയാൽ പഴയതെല്ലാം കടന്നു പോകുന്നു. ഇതാ പുതിയത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മുഷിഞ്ഞ് നാറിയ ഉടുപ്പ് നമ്മൾ ഊരിയിട്ടിട്ട് അലക്കി തേച്ച പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് പോലെ നമ്മുടെ നാറിയ പഴയ ആ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ, ആ ആദത്തിലുണ്ടായിരുന്ന അതേ അഭിഷേക ദൈവ സ്വഭാവമുള്ള വ്യക്തിയെ ധരിക്കുവാൻ, അഥവാ ക്രിസ്തുവിനെ ധരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സെന്റ് അഗസ്റ്റിൻ അവൻ സെന്റ് ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്ന മഹാപാപത്തിൽ സഞ്ചരിച്ച ഒരു യുവാവായിരുന്നു. തൻ്റെ സമപ്രായക്കാരായ അനേകം യുവാക്കന്മാരോടൊത്ത് അഴിഞ്ഞാട്ടത്തിലൂടെ നടന്ന്, വീട്ടിൽ കയറാതെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന്, കാണുന്ന കടത്തിണ്ണിയിൽ കിടന്നുറങ്ങി, ചീട്ട് കളിച്ച്, മദ്യപിച്ച്, ആറാട്ട് നടത്തി, കൂത്താടി, സ്ത്രീകളുടെ പുറകെ നടന്ന്, ലൈംഗികത ഒരു വലിയൊരു ബലഹീനതയായിരുന്നു ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന യുവാവിന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വളരെയധികം മോശപ്പെട്ട വഴിയിലൂടെ നടന്ന, ആർക്കും ഇവനെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ അത്രമാത്രം പാപത്തിന്റെ പടുകുഴിലേക്ക് പോയ അവസരത്തിലും ആ അമ്മ, അഗസ്റ്റിന്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, അവന്റെ പാപ വഴികളിൽ നിന്ന് അവനെ വിട്ടുവിക്കണമേ, അവന് പുതിയ ജീവിതം കൊടുക്കണമേ, പുതിയൊരു ഹൃദയം കൊടുക്കണമേ, നീ അവനെ തൊടണമേ, നിനക്ക് മാത്രമേ അവനെ തൊടാൻ പറ്റുകയുള്ളൂ, നിനക്ക് മാത്രമേ അവനെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയുള്ളൂ, നീ ഇടപെടണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമ്മ മോനിക്കായുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന വഴി ഇതാ അഗസ്റ്റിൻ മാനസാന്തരപ്പെടുന്നു, ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയതെല്ലാം അവൻ ഇന്ന് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഒരിക്കൽ പഴയ വഴിയിലൂടെ പോകേണ്ടതായിട്ട് വന്നപ്പോൾ അവനുമൊത്ത് പാപം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവിടെ വെച്ച് കണ്ടു. അവിടെ വെച്ച് അവള് അവനെ മാടി മാടി വിളിച്ചപ്പോൾ ഈ അഗസ്റ്റിൻ അവളോട് പറയുകയാണ്, എടി പെണ്ണേ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ നീ തന്നെയാണ്, ഇന്നലത്തെ നീ തന്നെയാണ് ഇന്നും നീ. എന്നാൽ ഇന്നലത്തെ ഞാനല്ല ഞാൻ, ഇന്നലത്തെ അഗസ്റ്റിനല്ല ഇന്ന് നിന്റെ മുമ്പിലുള്ളത്.
നിന്നിൽ മാറ്റമുണ്ടായിട്ടില്ല, നീ പഴയത് തന്നെ. പക്ഷേ ഞാൻ പുതിയതാണ്, ഞാൻ മാറി. ഇന്നലത്തെ അഗസ്റ്റിൻ മരിച്ചുപോയി, ഇതൊരു പുതിയ അഗസ്റ്റിനാണ്. പ്രിയമുള്ളവരെ, അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. ജീവിതം അപ്പാടെ മാറി. എല്ലാ പാപ സാഹചര്യത്തിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറി. ഒരു വിശുദ്ധ ജീവിതത്തിലോട്ട് അവൻ കടന്നു വന്നു. അവനൊരു വൈദികനായി മാറി, ഒരു ബിഷപ്പായി മാറി. സഭ ആ വ്യക്തിയെ ഒരു വിശുദ്ധനാക്കി ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ എന്ന് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തി പഴയ ജീവിതത്തിൽ മഹാമോശമായ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. ആ അഗസ്റ്റിനെ അത്രമാത്രം മാറ്റിയത് എന്താണ്? യേശുവിടെ മാത്രമേ ഒരു പഴയ വ്യക്തിക്ക് ഒരു പുതിയ വ്യക്തിയാക്കി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മഗ്ദലനാക്കാരി മറിയ, അവളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൾ 7 ദുഷ്ടാത്മാക്കൾ കുടികൂടിയവളായിരുന്നു എന്നുള്ളതാണ്. 7 ദുഷ്ടാത്മാക്കൾ ഇവളിലുണ്ടായിരുന്നു. 7 ദുഷ്ടാത്മാക്കൾ 7 പാപങ്ങളുടെ പ്രതീകമാണ്, ദുഷ്ട അരൂപികളുടെ പ്രതീകമാണ്. ഈ 7 സ്വഭാവങ്ങളും ഇവളിൽ ഉണ്ടായിരുന്നു. അത് അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഈ മറിയത്തിന് യേശു വിട്ടുതൽ കൊടുത്തത്, യേശു സൗഖ്യം കൊടുത്തത്. അവളുടെ ജീവിതം, പഴയ ജീവിതം അപ്പാടെ മാറിപ്പോയി. അവൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ യേശുവിനെ അനുഗമിക്കുന്നവളായി ഈ മഗ്ദലനാക്കാരി മാറി. യേശുവിൻ്റെ കാൽ കഴുകി, കണ്ണുനീര് കൊണ്ട് കാൽ കഴുകി, യേശുവിൻ്റെ കാലുകൾ ഇതാ ചുംബിക്കുന്ന, സുഗന്ധദ്രവ്യങ്ങൾ പൊട്ടിച്ച് ആ പാദങ്ങൾ കഴുകുന്നവളായി മാറി. പിന്നീട് നോക്ക്, യേശുവിൻ്റെ കുരിശുമരണം വരെയും അതിനുമപ്പുറത്ത് യേശുവിൻ്റെ ഉത്ഥാനം വരെയും യേശുവിനെ അനുഗമിച്ച സ്ത്രീകളിൽ ഏറ്റവും പ്രധാനത്തോടെ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മറിയയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതം അപ്പാടെ മാറി. പഴയ എല്ലാ ജീവിത വഴികളിൽ നിന്നും വിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇതാ മഗ്ദലനാക്കാരി മാറിയത് യേശു മുഖാന്തരമാണ്. ഇതാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് മാറ്റാൻ പറ്റാത്ത ഒരു ദുശ്ശീലങ്ങളും നിങ്ങളിലില്ല. യേശുവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു പാവ സ്വഭാവങ്ങളും, വർഷം എത്ര പഴക്കം ചെന്നതായിക്കോട്ടെ, ഒരു ദുസ്വഭാവങ്ങളും, ഒരു ദുശ്ശീലങ്ങളും, ഒരു അടിമത്തങ്ങളും ഇല്ല. യേശുവിനെ രക്ഷിക്കാൻ പറ്റാത്ത വിധം, യേശുവിനെ നിന്നെ വിടുവിക്കാൻ പറ്റാത്ത വിധം, യേശുവിന് മാറ്റാൻ പറ്റാത്ത ഒരു സ്വഭാവവും നിങ്ങളിൽ അവശേഷിക്കുന്നില്ല. ഈ യേശുവിനോട് നീ പ്രാർത്ഥിച്ചാൽ, യേശുവേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. പൗലോസിനെ മാറ്റിയ, സെന്റ് അഗസ്റ്റിനെ മാറ്റിയ, മഗ്ദലനാക്കാരി മറിയെ മാറ്റിയ, അങ്ങനെ ലോകത്തിൽ അനേക വ്യക്തികളെ പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് നയിച്ച് വിശുദ്ധരാക്കി മാറ്റിയ യേശുവേ, എൻ്റെയും ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ യേശു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കും. എസെക്കിയേലിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നല്ലോ, ഇതാ നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റി, ഇതാ മാംസളമായ ഒരു ഹൃദയം നിനക്ക് ഞാൻ നൽകും, അതിൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിക്ഷേപിക്കുമെന്ന്. യേശുവേ, എൻ്റെ ജീവിതത്തിലെ പാപകരമായ ശിലാഹൃദയം എടുത്തു മാറ്റണമേ. ഒരു മാംസള ഹൃദയം എനിക്ക് നൽകണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശുവേ, നിന്റെ സ്വരം ഞാൻ കേൾക്കട്ടെ, നിന്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. നീ എന്നോട് സംസാരിക്കണമേ. എനിക്ക് എന്നെ കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റാത്ത
അനേകം ദുസ്വഭാവങ്ങൾ, പല ദുശീലങ്ങൾ എന്നിലുണ്ട്. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി അത് വിടുതൽ കിട്ടാൻ. യേശുവേ, എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ പരാജിതനായി. യേശുവേ, നീ വരണമേ, നീ എന്നെ സഹായിക്കണമേ, നിന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം മക്കളെ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ചേർന്ന് പാട് മക്കളെ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. കരങ്ങൾ ഉയർത്തി. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ആരാധന 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 ആരാധന. യേശുവേ പിതാവേ, യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പിതാവേ, ഒഴുകട്ടെ ഒഴുകട്ടെ. എല്ലാ ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ, തലക്ക് ദോഷങ്ങളിൽ നിന്ന് ഈ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. പഴയ മനുഷ്യൻ മാറട്ടെ, ഒരു പുതിയ വ്യക്തിയായി മാറട്ടെ. പാപ സ്വഭാവങ്ങള്, ദുശീലങ്ങള്, തലക്ക് ദോഷങ്ങള്, ശാപകരമായ വഴികള് ഇവയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ കൃപ എന്ന അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ, ദേശം മുഴുവൻ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേക ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ, ഓ നീ കർത്താവ്, നീ രാജാവ്, നീ കർത്താതി കർത്താവ് എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു, ഏറ്റു പറയുന്നു, ഏറ്റു പറയുന്നു. യേശുവേ ആരാധന കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. യേശുവേ നന്ദി പറയുന്നു കർത്താവേ. ആരാധന കർത്താവേ. പുതിയ സൃഷ്ടിയായി പുതുജീവൻ നയിക്കുന്ന മക്കളായി മാറ്റപ്പെടട്ടെ. പഴയ ജീവിതം അപ്പാടെ മാറിപ്പോകട്ടെ. ഒരു പുതിയ ജീവിതത്തിൽ കടന്നു വരട്ടെ. അഭിഷേകത്തിൽ എന്നും നിലനിൽക്കട്ടെ, ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായിരുന്നു. ഈ അനുഗ്രഹത്തിന്റെ ദിവസം എന്നും എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ